ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് മലയാളത്തിലെ ചില എഴുത്തുകാരെ പരിചയപ്പെടാം. ഒന്നാമതായി ജി ശങ്കരക്കുറുപ്പ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തി ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്. ജി എന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാളത്തിലെ യോഗാത്മക കവി എന്ന് അറിയപ്പെടുന്നു. വിശ്വദർശനം രചിച്ചു. കൊച്ചി മഹാരാജാവ് കവിതിലകൻ സ്ഥാനം നൽകി ആദരിച്ച ജ്ഞാനപീഠ ജേതാവ്. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി. സൂര്യകാന്തി രചിച്ചു. കാളിദാസന്റെ മേഘദൂതം, മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി. ഒമർ ഖയ്യാമിന്റെ റുബായത്ത് വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. ഓർമ്മയുടെ ഓളങ്ങൾ എന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാമുത്തൻ എന്ന് വിശേഷിപ്പിച്ചു. രണ്ടാമതായി തകഴി ശിവശങ്കരപിള്ള. കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നു. ഓർമ്മയുടെ തീരങ്ങൾ എന്നത് ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആർക്കും മാറിപ്പോകരുത്. ഓർമ്മയുടെ ഓളങ്ങൾ എന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ. ഓർമ്മയുടെ തീരങ്ങൾ എന്നത് തകഴിയുടെ ആത്മകഥ. ശങ്കരമംഗലം എന്ന വീട് കേരള സർക്കാർ ഏറ്റെടുത്ത് സ്മാരകമായി മാറ്റിയിട്ടുണ്ട്. ഇത് തകഴിയുടെ വീടാണ്. രണ്ടിടങ്ങഴി എന്ന നോവൽ എഴുതി. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. ചെമ്മീൻ രചിച്ചു. മലയാളത്തിലെ രണ്ടാമത്തെ വലിയ നോവലായ കയർ എഴുതി. എൻ്റെ വക്കീൽ ജീവിതം എന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു ആത്മകഥയാണ്. 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടി. തോട്ടിയുടെ മകൻ എഴുതി. നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1957 നേടിയ ആദ്യ മലയാളിയാണ്. എഴുത്തച്ഛൻ അവാർഡിന് അർഹനായി 1994. മൂന്നാമതായി എസ് കെ പൊറ്റേക്കാട്. ഏറ്റവും കൂടുതൽ സഞ്ചാര സാഹിത്യ കൃതികൾ രചിച്ച മലയാളി. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാളി 1980. അതിരാണിപ്പാടം എന്ന സ്ഥലത്തിന്റെ വികാസ പരിണാമങ്ങളുടെയും അവിടുത്തെ മനുഷ്യജീവിതത്തിന്റെയും പച്ചയായ ആവിഷ്കാരമാണ് ഒരു ദേശത്തിന്റെ കഥ എന്ന ബൃഹത് നോവൽ. അത് രചിച്ചത് ഇദ്ദേഹമാണ്. വയനാട്ടിലെ കുടിയേറ്റക്കാരുടെ ജീവിതം ആവിഷ്കരിച്ച വിഷകന്യക എന്ന നോവൽ എഴുതി. എൻ്റെ വഴിയമ്പലങ്ങൾ എന്നത് ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ്. 1957 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും 1962 തിരഞ്ഞെടുപ്പിൽ സുകുമാർ അഴീക്കോടിനെ തോൽപ്പിച്ച് ലോകസഭാംഗമായ സാഹിത്യകാരൻ. എസ് കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സാഹിത്യകാരൻ. കോഴിക്കോട്ടെ മിഠായി തെരുവിന്റെ പശ്ചാത്തലത്തിൽ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ എഴുതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1961 നേടിയ സാഹിത്യകാരൻ. മലയാളത്തിലെ കാൽപ്പനിക നോവലുകളിൽ ഉന്നത സ്ഥാനമുള്ള മൂടുപടം എന്ന നോവൽ എഴുതി. ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ കബീല എന്ന നോവൽ എഴുതി. 1982 കാലിക്കറ്റ് സർവകലാശാല ഓണറ്റി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ജ്ഞാനപീഠ ജേതാവ്. പാർലമെന്റ് അംഗവും നിത്യയാത്രികനുമായ ശ്രീധരൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു. നൈൽ ഡയറി, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ എന്നീ യാത്രാ വിവരണങ്ങൾ രചിച്ചു. നാലാമതായി വൈക്കം മുഹമ്മദ് ബഷീർ. ഇദ്ദേഹത്തിന്റെ സാഹിത്യകൃതികളാണ് ഡോക്ടർ ആർഷ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയത്. മണ്ടൻ മുത്തപ്പ എന്നത് ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയായ ഒരു കഥാപാത്രമാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് 2008 ആഘോഷിച്ചത്. പാത്തുമ്മയുടെ ആടെന്ന കൃതി രചിച്ചു. ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു. ഇദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ഡോക്ടർ എം.എൻ. വിജയൻ പഠനം നടത്തിയത്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു. വിശ്വവിഖ്യാതമായ മൂക്കെന്ന കഥ എഴുതി. ഇന്റുപ്പുപ്പായ്ക്കൊരു ആനയുണ്ടാകുന്ന കഥ എഴുതി. ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ നീല വെളിച്ചം എന്ന കഥ എഴുതിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം രചിച്ച ഒരേ ഒരു നാടകമാണ് കഥാബീജം. മമ്മൂട്ടിയെ ദേശീയ അവാർഡിന് അർഹനാക്കിയ മതിലുകൾ എന്ന സിനിമ ഇദ്ദേഹത്തിന്റെ രചനയെ ആസ്പദമാക്കി ആവിഷ്കരിച്ചതാണ്. വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ രചിച്ച മലയാള സാഹിത്യകാരൻ. പൂവമ്പഴം എന്ന പേരിൽ 2 ചെറുകഥകൾ മലയാളത്തിലുണ്ട്.
ഒരെണ്ണം എഴുതിയത് കാരൂർ നീലകണ്ഠ പിള്ളയാണ്. മറ്റേത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറും. പൊൻകുരിശു തോമ എന്നത് ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് കെ എം സാനു വിശേഷിപ്പിച്ച എഴുത്തുകാരൻ കുഞ്ഞുപാത്തും എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചു.